ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞ് സ്വാദിഷ്ടമായി ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിമ്പിളാണ്, ഒക്കെ സിമ്പിൾ പരിപാടികളാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലെ യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു ഇസ്റ്റു ഉണ്ടാക്കുന്നുണ്ട്. ഇസ്റ്റുവിൻ്റെ വെടിയിപ്പില്ല, അടുത്തേൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടിയപ്പത്തിൻ്റെ പൊടി മേടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെയെങ്കിലും ഏത് കമ്പനിയുടെ പൊടി മേടിക്കുക കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളൊരു ബേസനിലോ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ തട്ടുക. ആവശ്യത്തിനനുസരിച്ച്, കണക്കൊന്നും ചോദിക്കരുത്, എത്ര ആളുണ്ട് അതനുസരിച്ച് എടുക്കാം. കൂടുതലായാലും നമുക്ക് നാളെ തിന്നാം, എന്താ കുഴപ്പമില്ല. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അത് കുറച്ചാണെങ്കിൽ കുറച്ച്, കൂടുതൽ ആൾക്കാർക്കാണെങ്കിൽ കൂടുതൽ ഉപ്പ്, നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഇടാം. അതിട്ടതിന് ശേഷം എല്ലാതും ഒന്ന് യോജിപ്പിക്കുക. ഉപ്പും പൊടിയും കൂടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നല്ല ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. ഇതിൽ പച്ചവെള്ളമല്ല ഒഴിക്കേണ്ടത്, തിളച്ച വെള്ളം, ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളം ഞാൻ ചൂടാക്കിയിട്ടുണ്ട്, ഈ ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കൈ കൊണ്ടല്ലാത്ത രീതിയിൽ ഏതെങ്കിലും കയ്യിലോ സ്പൂണോ എന്താണ് നിങ്ങളുടെ കയ്യിൽ വെച്ചെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിക്കുക. മനസ്സിലായോ? നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത് ഒരു കാരണവശാലും. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇത് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ സൈഡിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ചൂടുവെള്ളത്തിൽ കറക്റ്റായിട്ട് വീഴണം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഒഴിച്ച് അത് നല്ലൊരു പരുവത്തിലാക്കിയെടുത്ത്, കൈ പൊള്ളുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണമയം കയ്യിലാക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല. അത് നല്ല രീതിയിൽ ഈ രീതിയിൽ കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം വയ്ക്കുക. അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊരു മയം, ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് മയം കിട്ടും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇടിയപ്പം ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു അച്ചുണ്ടല്ലോ, അതിലേക്ക് നല്ലോണം എണ്ണ തടവി കൊടുക്കുക. എല്ലാ ഭാഗത്തും, കയ്യിലും, നമ്മുടെ കയ്യിലും, അതുപോലെ പാത്രത്തിലും, അതിലിടുന്ന മറ്റേ കമ്പി അതുണ്ടല്ലോ, ഒരു അമർത്തുന്ന ഒരു സാധനം, അതിലും നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അരിയുടെ മാവ് അതിൻ്റെ ഉള്ളിൽ തള്ളി കയറ്റാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം തന്നെ അത് നമുക്ക് തിരിയാനും എല്ലാത്തിനും തിരിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട് വരാം. കുറച്ച് നേരം നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ല രസമായിട്ട് കഴിയും. അപ്പോൾ അതിലൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ അച്ച് കനം കുറവുള്ള തുളയുള്ള അച്ചുകളുണ്ട്, അത് ഇടണം. കുറച്ച് വലിയ ടൈപ്പ് അച്ചിട്ട് കഴിഞ്ഞാൽ ആ നൂലപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ആ ഇതുണ്ടല്ലോ, അത് വലുതായിട്ട് വരിക, അത് സുഖമുണ്ടാവില്ല കഴിക്കാനായിട്ട്. അങ്ങനെ അതിൽ കുത്തി നിറച്ചതിന് ശേഷം അതിൻ്റെ അച്ച്, ആ തിരിക്കുന്ന സാധനം ഈ പറഞ്ഞ നമ്മൾ അച്ചിൻ്റെ കുഴലിലേക്ക് മാവ് ഇട്ടതിന് ശേഷം അതിലേക്ക് പതുക്കനെ ഇറക്കി വെച്ചിട്ട് ഈ ത്രെഡ് സാധനം, അതിനൊരു ത്രെഡ് ഉണ്ട്, പിരി, അത് കറക്റ്റായിട്ട് ക്രോസ് ആവാതെ നല്ല രീതിയിൽ സ്ട്രൈറ്റായിട്ട് നമ്മൾ അതിലേക്ക് ത്രെഡ് പിരിച്ച് കയറ്റിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ആവിയിലാണ് ഇത് വേവിക്കേണ്ടത് കേട്ടോ. അതൊരു വെള്ളത്തിലിടരുത്, ആവിയിൽ വേവിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ ഏത് ഇഷ്ടിപാത്രമാണോ അല്ലെങ്കിൽ ആവിയാവുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ, ഇതുപോലെ തേച്ച എണ്ണ, വെളിച്ചെണ്ണ, എന്താ ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ തേച്ചതിന് ശേഷം നൈസായിട്ട് അതിൻ്റെ മുകളിൽ തട്ടായിട്ട് ഇടരുത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഒരൊറ്റ ലെയറായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇഡ്ഡലിയുടെ ആ പാത്രം പോലത്തേലാണെങ്കിൽ അതിൽ മാത്രം ഇടുക, അല്ലെങ്കിൽ അത് അതിൻ്റെ മുകളിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേവാനായിട്ട് ഒരു ഒട്ടി പിടിച്ച ഒരു സുഖം ഉണ്ടാവില്ല കാണാനായിട്ട്. നമുക്ക് ലെയറായിട്ട് കിട്ടുമ്പോൾ നൂലപ്പത്തിന് നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കാനും എല്ലാത്തിനും, അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കുക. ഇപ്പോൾ പുതിയ കാലത്തൊക്കെ പുതിയ മോഡൽ സാധനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇത് തിരിക്കാൻ കുറച്ച് പാടാണ്. ഈ എണ്ണ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ വഴുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതിങ്ങനെ കൈയൊക്കെ തുടച്ചതിന് ശേഷം തിരിക്കാൻ പാടില്ല കേട്ടോ, അല്ലാത്ത പക്ഷം തിരിയില്ല. അതുപോലെ ഈ സാധനം കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നത്, അത് വരാതിരിക്കാൻ നമ്മൾ ഈ തിരിച്ച സാധനം റിട്ടേൺ ബാക്കിലേക്ക് തിരിച്ചു വയ്ക്കുക. അപ്പോൾ അത് വരില്ല. അതിനുശേഷം ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ സാധനം ഇറക്കി വെച്ചു. അതിനുശേഷം ഈ രൂപത്തിൽ നൂലപ്പായുണ്ട്, ഇഷ്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടിൻ്റെ കൂടി പിന്നെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇന്നത്തെ നൂലപ്പം. എങ്ങനെയുണ്ട്? സിമ്പിളാണ് കേട്ടോ. അതിപ്പോൾ തട്ടിൽ വെക്കേണ്ട കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട കാര്യമില്ല. ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇതെങ്ങനെയുണ്ട് സാധനം? പൊരിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ.